പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സസ്പെൻഷൻ മതിയോ എന്നുള്ളതാണ് ചോദ്യം. സസ്പെൻഷൻ പോരാ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, CPM-ൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന്. ശരി, നമുക്കൊന്ന് പരിശോധിച്ച് തന്നെ പോകാം. ഇത് താരതമ്യം ചെയ്യാവുന്നൊരു വിഷയമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ൻ്റെ MLA എന്ന നിലയിൽ മുകേഷിനെതിരെ പരാതി വരുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് പാർട്ടി എടുത്ത നിലപാട് എന്ന് പറയുന്നത് MV ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ ലൈംഗികാരോപണത്തിന് വിധേയരായിരിക്കുന്ന MP-മാരുടെയും MLA-മാരുടെയും കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ നിലവിൽ 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്ന് ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാട്ടി. ഇതിൽ 54 കേസുകൾ BJP-യും 23 കേസുകൾ കോൺഗ്രസും 17 കേസുകളിൽ TDP-യും 13 കേസുകളിൽ ആം ആദ്മി പാർട്ടിയുമാണ്. ഈ ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിലും MLA-മാരും രാജിവെച്ചിട്ടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല, അന്ന് ഈ മുകേഷ് MLA-ക്കെതിരെ കുറ്റമാരോപിച്ച ആ വ്യക്തി, ഒരു ചലച്ചിത്ര താരം, പിന്നീട് മറ്റൊരു സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല പാർട്ടി അന്ന് പ്രതിരോധിച്ചത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മുകേഷിൻ്റെ കാര്യത്തിൽ അത് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചതിന് ശേഷമാണ് ഈ ആരോപണം വരുന്നത്. അന്നൊരു വലിയ തുടക്കമായിരുന്നു. ഒരു സീറ്റ് വേണമെങ്കിൽ ഈ പാർട്ടിക്ക് ആ സമയത്ത് കൈവിടാമായിരുന്നു. പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. കൊല്ലത്ത് അഗ്നിശുദ്ധി തെളിച്ചു വരട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എന്താ, ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പിന്നീട് MLA ആകാൻ കഴിയില്ലല്ലോ എന്ന നിലപാടാണ് എടുത്തത്. അതൊരു സാങ്കേതികമായ ന്യായം മാത്രമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് തോന്നുന്നു. ഏതൊരു പെൺകുട്ടിയും ആരോപണം ഉന്നയിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അവിടെ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നാണ് കരുതുന്നത്. പക്ഷേ മറുഭാഗത്ത് അപ്പുറത്ത് നിൽക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ്. കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? കോൺഗ്രസ് എന്ത് നിലപാടാണ് വിൻസെന്റിൻ്റെ കാര്യത്തിലെടുത്തത്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇതേപോലുള്ള നടപടികളിലേക്ക് കടന്നു. ജയിലിൽ കിടന്നില്ലേ 34 ദിവസം വിൻസെന്റ് MLA ജയിലിൽ കിടന്നതിന് ശേഷം 2017 കേസിന് ശേഷം 2021 അതേ വിൻസെന്റ് MLA-ക്ക് സീറ്റ് കൊടുത്തില്ലേ കോൺഗ്രസ്? ഇനി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇനി താരതമ്യം ആവശ്യമുള്ളത്. PK ശശിയുടെ കാര്യം. PK ശശി MLA-ക്കെതിരെ കേസ് വന്നു. ആ കേസ് വരുന്ന സമയത്ത് പാർട്ടി ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നു. കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അയാളെ 6 മാസത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു കമ്മീഷൻ നടപടിക്രമങ്ങളിലൂടെ അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ട് അതിനകത്ത് ജാഗ്രതയില്ലായിരുന്നു എന്ന തീർപ്പിലെത്തി അയാളെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അതിലും കഴിഞ്ഞ് മറ്റു തീരുമാനമെടുത്തു. പാർട്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ശശിക്ക് സീറ്റ് കൊടുത്തില്ല. അതിനുശേഷമാണ് KTDC ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ വീഴ്ച പറ്റി എന്നതാണ് എൻ്റെ പക്ഷം. അവിടെയും വീഴ്ച പറ്റി. കാരണം KTDC ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ച് സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അവരുടെ കോൺഫിഡൻസാണ് പ്രശ്നം. ഇനിയും ഇത്തരം സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കണമായിരുന്നു. അവരെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കോ ലെജിസ്ലേറ്റീവ് പോസ്റ്റിലേക്കോ കൊണ്ടുവരുന്നത് ശരിയല്ല. ഇനി P ശശിയുടെ കാര്യം എടുത്തു നോക്കൂ. P ശശിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 2011 ആ കേസ് വരുന്നത്. അത് ഒരു DYFI-യുമായി ബന്ധപ്പെട്ട DYFI-യുടെ ഒരു നേതാവിൻ്റെ ഭാര്യ മറ്റോ ആണ്. ഒരു യുവതി വന്ന് പരാതിപ്പെടുന്നു. പാർട്ടിക്കുള്ളിൽ പരാതിപ്പെട്ട വാർത്തയായപ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 TP നന്ദകുമാർ ഹോസ്ദുർഗ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് ഇയാൾക്കെതിരെ ഒരു തെളിവും കണ്ടെത്തിയില്ല. കോടതിയിൽ ഒടുവിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു. ആ കേസ് ക്വാഷ് ചെയ്തു പോകുന്ന അവസ്ഥയുണ്ടായി 2016. അന്നും എന്താ പാർട്ടി ചെയ്തത്? ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ശശിയെ അന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ നീക്കി. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, അപ്പോൾ മാതൃകാപരമായ നീക്കമാണ് എന്ന് VD സതീശൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. PK ശശിയെ നീക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, P ശശിയെ നീക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്. എത്ര വർഷമാണ് നീക്കി മാറ്റി നിർത്തിയെന്നറിയാമോ? 7 വർഷമാണ് മാറ്റി നിർത്തിയത്. 7-8 വർഷം. അവർ MLA പോലുമല്ല, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന്, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റി നിർത്തിയത്. അവിടെ നിന്ന് 2018 പിന്നീട് ഇയാൾ കുറ്റക്കാരനല്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് കണ്ടെത്തി. അതിന് ശേഷമാണ് P ശശിയെ തിരിച്ച് ഇൻഡക്ട് ചെയ്യുന്നൊരു തീരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്ന കേസല്ല. പക്ഷേ ഇവരാരും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ഈ ഇരകളെ അല്ലെങ്കിൽ പങ്കാളികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഗർഭം ധരിച്ച് കഴിഞ്ഞതിന് ശേഷം ഗർഭഛിദ്രത്തിന് ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നിർബന്ധിക്കുകയും അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരികയും നിരന്തരമായി ഇത്തരം ചാറ്റുകളിലൂടെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് ഒരാളും വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ല.
ഒരു നേതാവിൻ്റെയും പേരിൽ, ഈ പറഞ്ഞ ഒരു നേതാവിൻ്റെയും പേരിൽ, ഈവൻ വിൻസെൻ്റ് MLA പേരിൽ പോലും ആ അർത്ഥത്തിൽ പരസ്യമായ ഒരു ആൾ വന്ന് ഇതേപോലെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം പല ആളുകൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊരു സീരിയൽ പ്രഡേറ്ററായിട്ട് മാറി എന്നുള്ളതാണ് പ്രശ്നം. ഇയാൾ പരിചയപ്പെടുന്ന പെൺകുട്ടികളോട് പലരോടും സംസാരിക്കുന്ന രീതി ഇതാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു വലിയ വിഷയമായി പാർട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. അതുകൊണ്ട് തുലനം നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ട്, ഇതിൽ അതിവിദഗ്ധമായി ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് പാർട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ പാർട്ടി കബളിപ്പിക്കുകയായിരുന്നു എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ സസ്പെൻഷൻ എത്ര കാലയളവിലേക്കാണെന്നറിയാമോ ജിമ്മി? പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സസ്പെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. അങ്ങനൊരു സസ്പെൻഷൻ ഉണ്ട്. വേണമെങ്കിൽ പാർട്ടിയിൽ അങ്ങനെ സസ്പെൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ പരമാവധി എത്ര കാലം വരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫിക്സഡ് പീരീഡ് കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഭരണഘടന പവർ ഓഫ് സസ്പെൻഷൻ എന്നത് ക്ലോസ് 3B അനുസരിച്ച് 1 മാസം വരെയാണ്. 1 മാസം കഴിഞ്ഞാൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടിയും തട്ടി പാർട്ടിയുടെ ഏത് സ്ഥാനത്തേക്കാണോ വരുന്നത് അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ അത് പറഞ്ഞോ KPCC പ്രസിഡന്റ്? അത് പറഞ്ഞോ പ്രതിപക്ഷ നേതാവ്? അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് നിശബ്ദതയായിരുന്നു. എത്ര കാലയളവ്? ടേം പറയാതെ, അതായത് ഇതിനകത്ത് തന്ത്രപരമായ ഒളിച്ചു കടത്തൽ എന്ന് പറയുന്നത്, ഈ നടപടി പോലും ഒരു വ്യാജ നടപടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളെ കബളിപ്പിക്കലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1 മാസത്തെ കാലാവധി മാത്രമുള്ളൊരു സസ്പെൻഷനാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യത്തിലുള്ളത്. 6 മാസം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? 6 മാസം ഒന്നും വേണ്ട, ഫിക്സഡ് പീരീഡ് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അതേ ഭരണഘടനയുടെ പണിഷ്മെന്റ് ക്ലോസ് 6C പറയുന്നുണ്ട്. അയാളൊരു വാർഡ് മെമ്പർ ആണെങ്കിൽ, അയാളൊരു ബ്ലോക്ക് മെമ്പർ ആണെങ്കിൽ, അയാളൊരു MLA ആണെങ്കിൽ, MP ആണെങ്കിൽ അയാൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. ഒരു നിശ്ചിത ടൈമിലേക്ക് അയാളെ സസ്പെൻഡ് ചെയ്താൽ, ഒരു ഫിക്സഡ് ടൈമിലേക്ക് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങിക്കേണ്ടി വരും ജനപ്രതിനിധി എന്ന നിലയിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കളിയായിരുന്നു. ഫിക്സഡ് ടൈം ആണെങ്കിൽ എന്താ പ്രശ്നം? 1 മാസത്തിനുള്ളിൽ ഇയാൾക്ക് ഈസി ആയിട്ട് വാക്കിൻ ആണ്. അപ്പോൾ എന്താ യഥാർത്ഥം സംഭവിച്ചു? 1 മാസത്തേക്ക് അയാളെ മാറ്റി നിർത്തിയിരിക്കുക. 1 മാസത്തേക്ക് അയാൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അയാൾ മറ്റൊന്നും അറിയേണ്ട. ഈ സർക്കാരിന്റെ ചെലവിൽ ഇതേ ആനുകൂല്യങ്ങളെല്ലാം അയാൾക്ക് കിട്ടും. ഒരു ഉത്തരവാദിത്വമില്ല. അയാൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പറഞ്ഞാല് 1 മാസത്തിലധികം സസ്പെൻഡ് ചെയ്ത് അതായത് MLA 1 മാസത്തിലധികം, അതായത് ഒരു ടേം പറഞ്ഞാൽ ഒരു 6 മാസമോ 3 മാസമോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം രാജി എഴുതി വാങ്ങിക്കണം. പാർട്ടി ഭരണഘടന ക്ലോസ് 6C പ്രകാരം അത് ചെയ്തിട്ടില്ല ഇവിടെ. പകരം എന്താ ചെയ്തത്? ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. എല്ലാവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വന്ന് ആദ്യം പറയുന്നു, ഒന്ന്, ഇതാ മാതൃകാപരമായ നടപടി. ഈ മാതൃകാപരമായ നടപടി പി ശശിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്നേ, PK ശശിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്നേ, ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ, പി ശശിയുടെ കാര്യത്തിൽ 8 വർഷം പുറത്ത് നിർത്തിയിട്ടുണ്ടെന്നേ, അയാൾക്കൊരു സീറ്റും കൊടുത്തിട്ടില്ലെന്നേ, PK ശശിക്ക് പിന്നീട് സീറ്റ് കൊടുത്തിട്ടില്ലെന്നേ. ഇതെല്ലാം നമ്മുടെ മുന്നിലിരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ഇന്ന് പറഞ്ഞതിനകത്ത് വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് കടത്തിയ ഒരു തന്ത്രമാണിതെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ടേക്ക്. മൂന്നാമത്തെ ടേക്ക്, ഇനി ഇയാൾ MLA അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടാത്തൊരു MLA ആയി എങ്ങനെ നിയമസഭയിൽ തുടരും? അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് വളരെ തമാശ തോന്നുന്നത്. ഇയാൾ അവിടെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? UDF ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റൂല, LDF ബ്ലോക്കിലും പോകാൻ പറ്റൂല. ആകെ ഇരിക്കുന്നത് സ്വതന്ത്രനായി ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന സാഹചര്യം നിയമസഭയിൽ. അങ്ങനെ സ്വതന്ത്രനായിരിക്കുന്ന അയാളെ അവിടെ വെച്ചുകൊണ്ട് ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പറ്റുമോ പ്രതിപക്ഷത്തിന്? അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പറ്റുമോ? എല്ലാ ഉത്തരങ്ങളും ഈ MLA നോക്കിയായിരിക്കില്ലേ ഭരണപക്ഷം ചോദിക്കുക? ആ MLA നോക്കി ഈ കോൺഗ്രസിനെ പാർലമെന്ററി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി. പാർട്ടി അങ്ങനെ മത്സരിച്ചിട്ട് പറ്റുമോ? അങ്ങനെ പറ്റും. സ്വതന്ത്രമായി നിർത്തിയാൽ മതി. അത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒറ്റ വരി മതി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, സാങ്കേതികമായൊരു പ്രശ്നം. അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്ത അയാളെ നിയമസഭയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി അവധി കൊടുത്തിരിക്കുക. പക്ഷെ അവധി എഴുതി വാങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, അവധിക്ക് കാരണം പറയണം. അവധിക്ക് ആരോഗ്യ കാരണമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ ഇനി നാട്ടുകാർ വിശ്വസിക്കുമോ? സസ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്നൊരു കാരണമല്ല നിങ്ങളെയൊക്കെ അവധി കൊടുക്കാൻ. അപ്പോൾ അത് സ്പീക്കറെ തീരുമാനിക്കുന്നത് അവധി കൊടുക്കണോ വേണ്ടതെന്ന്. 60 ദിവസം തുടർച്ചയായിട്ട് നിയമസഭയിൽ ഹാജരായില്ലെങ്കിൽ നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അവകാശം സ്പീക്കർക്കുണ്ടെന്നേ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് കിടക്കുക. അപ്പോൾ നിലവിലൊരു നിയമക്കുരുക്കിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട്. ആ കുരുക്കെല്ലാം അഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 30 ദിവസം എന്നുള്ളത് മനസ്സിൽ കരുതിക്കൊണ്ട് അടുത്ത സെപ്റ്റംബർ മാസം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം സെപ്റ്റംബർ മാസം 25-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗമായി തിരിച്ചു വരാനുള്ള സാധ്യതയേറെയാണ്. അതാണ് ഈ സസ്പെൻഷൻ ഉത്തരവിന്റെ പ്രത്യേകത. അടുത്ത ഒരു ഓണക്കാലം അദ്ദേഹത്തെ എല്ലാ പാർട്ടി പരിപാടിയിൽ നിന്നും സ്വതന്ത്രരാക്കി നിർത്തിയിരിക്കുന്നു.
അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ചെലവിൽ MLA എന്ന നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു MLA ആക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ ഓണക്കാലത്ത് ഒരു ഓണ സമ്മാനം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓണാവധി കൊടുത്തിരിക്കുകയാണ്. ഓണാവധി, 1 മാസത്തെ ഓണാവധി കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും തന്ത്രപരമായ ഒരു കാര്യം. അതല്ലെങ്കിൽ ഈ MLA ആയി നിലനിർത്തിക്കൊണ്ട് നിയമസഭയിൽ സമ്മേളനം കൂടെ കഴിയില്ല. ഇനി 2 പ്രധാനപ്പെട്ട സെഷനുകൾ വരാനിരിക്കുക ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ആ സെഷനുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സാന്നിധ്യമില്ല. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് നമുക്ക് സഹതാപമുള്ളത്. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടാത്തൊരു MLA പേരേണ്ടി വരുന്നൊരു മണ്ഡലത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സുജയ. ആ അവസ്ഥ ചെറുതാണോ? അവിടെയുള്ള മനുഷ്യർ എന്ത് പിഴച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയിലെ ഇപ്പോൾ ഡോക്ടർ ആശ തന്നെ പറയുന്നു, എന്താ ഭയമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ചർച്ച ചെയ്യുന്ന ഇയാളെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന അവസ്ഥ. പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഭയമായ ഒരാളെ ഒരു മണ്ഡലത്തിലെ സ്ത്രീകൾ കൂടുതൽ വോട്ടർമാരുള്ളൊരു മണ്ഡലത്തിലെ MLA ആക്കി നിർത്തുന്നതിൻ്റെ സിമ്പിൾ ലോജിക്ക് എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇനി CPM എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല. അസാധാരണമായൊരു സാഹചര്യമാണ്. ഇതൊരു തുടക്കമായി മാറേണ്ടതാണ്. മൊറാലിറ്റിയുടെ കാര്യത്തിൽ, ഇത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യത്തിൽ കോടതിയുടെ ഉത്തരവെന്ന സാങ്കേതിക പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും അഴിഞ്ഞു വീഴുന്ന മുഖംമൂടിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ നടപടി മാതൃകാപരമാണ് എന്ന വാദം ശരിയല്ല. 2 താരതമ്യവും ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. പാലക്കാട്ടെ വോട്ടർമാരോട് നീതി കാട്ടണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. Meet the editors.